ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. അപ്പം നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല, നമ്മൾ വേറെ എങ്ങോട്ടല്ല, നമ്മൾ മേമേൻ്റെ വീട്ടിലേക്ക്. ഹലോ ഗൈസ്, നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതെ, അമ്മു പറഞ്ഞ പോലെ നാളോളം എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. കുറേ കഷ്ടപ്പാടുകൾക്കും കുറേ എന്തൊക്കെയാ പറയുക, അതൊക്കെ തന്നെ. അതിനൊക്കെ ശേഷം നമ്മളിതാ എൻഗേജ്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഫൈനലി അവളെ എൻഗേജ്മെൻ്റ് ആണ്. നാളെയാണ് എൻഗേജ്മെൻറ്റ് കേട്ടോ. അപ്പം നമ്മളതിൻ്റെ ആയിട്ടുള്ള നാളെ മീൻസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 9-ാം തീയതിയാണ് കേട്ടോ. നമ്മളെ പരിപാടി 6-ാം തീയതി ആയിരുന്നു. അപ്പം എല്ലാവരും 6-ാം തീയതി 5-ാം തീയതി എത്തിയാണ് കേട്ടോ. നമ്മൾ വലിയ ഓണത്തിൻ്റെ നമ്മളവിടെ തലേദിവസം എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസം വലിയ ഓണത്തിൻ്റെ അന്ന് നമ്മൾ 5-ാം തീയതി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മേമേൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ആൾ മാറ്റി നിൽക്കുന്നത് പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. എന്നാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. പിറ്റേ ദിവസം റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ചെക്കൻ്റെ അനിയത്തി ഓരോ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. ആരൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. അവരെ പാപ്പൻ്റെ മക്കൾ കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഓണത്തിൻ്റെ കോടി കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇങ്ങനെ ചായ കുടിച്ചു, അവരായിട്ട് സംസാരിച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോയി. പിന്നെ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ അന്നത്തേക്ക് എല്ലാവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ചേച്ചി ഏട്ടനൊക്കെ നമ്മളെ ബാക്കിലെ വണ്ടിയിലിരുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുന്നിൽ നമ്മളെ കൂടെ കൊച്ചും ഞാനും ഏട്ടനും അതും കൂടി ബൈക്കിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചി വേറെ അങ്ങനെ വന്നിട്ടോ. നമ്മൾ പോന്നു. ഇവിടെ എത്തി ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അതിൻ്റെ ഓരോ ചിക്കൻ കറി, ചോറ്, പേടി അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കി. അതിൽ കുറേ ഉണ്ടാക്കിയിട്ട് ബാക്കിയാവുണ്ടല്ലോ. അച്ഛനിതാ മക്കളെ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ അങ്ങനെ നോക്കിക്കോളും, മക്കളെ നോക്കിക്കോളും അച്ഛൻ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഫുഡ് കൊടുക്കുക, കാര്യങ്ങൾ നോക്കിയാൽ മതി, ബാക്കിയുള്ള അച്ഛൻ ഏറ്റോളും. അപ്പം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പോയതിനു ശേഷം പിന്നെ അമ്മു മാറ്റി അവളിതാ കേബേജ് ഉപ്പേരി ഇരുന്നു കേട്ടോ. കേബേജ് അരിയുന്നുണ്ട്. ചിക്കൻ കറി ഞാൻ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറിയും ഉപ്പേരിയും പപ്പടവും അതൊക്കെ സിമ്പിൾ മതിയല്ലോ, നമ്മളല്ലേ ഉള്ളൂ. അപ്പോൾ അതാക്കാൻ വിചാരിച്ച് ചേച്ചി ഇവിടെ നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. നാളത്തേക്ക് ഇതുണ്ടല്ലോ, സദ്യ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനാണ്. നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് സദ്യക്കാരൻ നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല, അവർ വരുമ്പോൾ കൊടുക്കാൻ. അപ്പം പെട്ടെന്ന് സദ്യക്കാരൻ നമ്മളെ കൈ ഒഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞതാണ്. പിറ്റേ ദിവസം 7-ാം തീയതി രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് രാത്രി നമ്മൾ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെ ഇവിടെ ഞാൻ, കൊച്ചു, ഏട്ടൻ, ലച്ചു, അതുപോലെയാണുള്ളത്. ചേച്ചി കിച്ചൊക്കെ അവിടെയാണ്, മേമേൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി ഓരോരുത്തരും മേല് കഴുകി വന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതിലാണ്. ലച്ചു അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഞാനും കൊച്ചുമാണ്. ഞങ്ങൾ ഉറങ്ങി എണീച്ചതിൻ്റെ ഒരു മൂകതയാണ്. ആദ്യം അവിടെ കിടക്കുന്നുണ്ട്, ഏട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. എണീച്ച് ഇനി വേഗം നോക്കണം. നമ്മൾ മേല് കഴുകുക, അങ്ങോട്ട് പോവുക, ചായ കുടിക്കുക, മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തൊക്കെ സെറ്റ് ചെയ്യണം, എന്തൊക്കെ കാട്ടണം ഒക്കെ ഉള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ മൈലാഞ്ചിയും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ സെറ്റ് ചെയ്യണം. ഉറക്കത്തു നിന്ന് നീച്ച മൂകതയിലിരിക്കണം കേട്ടോ. നമ്മൾ നേരം വൈകിട്ടാണ് കിടന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ മൂകതയാണ് ഈ കാണുന്നതൊക്കെ. കുറേ നേരം ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് ഒന്ന് സെറ്റായാലേ എനിക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ മാറ്റാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പം ലച്ചു മേലകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ചേച്ചി, ഞാൻ വേഗം എണീച്ചിട്ടാണ്. ഇപ്പോൾ ഏട്ടൻ എണീച്ച് പിന്നെ പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേഗം നോക്കട്ടെ, ഇത് ശരിയാവില്ല വെച്ചിട്ട് വേഗം കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
വലിയ രസമുണ്ടല്ലോ. എൻ്റെത് ഞാൻ പെട്ടതാ, ഏട്ടൻ ഇട്ടുന്നതാ. എപ്പോ പെട്ടെന്നതാ. അപ്പോൾ അതാ രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചായ കുടിക്കൽ പുട്ടായിരുന്നു കേട്ടോ. പുട്ടും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലൊക്കെ കഴുകി കുളിച്ച് സെറ്റായി ഇങ്ങോട്ട് വന്ന് അപ്പോൾ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഏട്ടന് ഞാൻ ചായ എടുത്ത് കൊടുക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഭയങ്കര വാശിന് ഒന്നും പറ്റില്ല. ഓന് ദോശേൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ദോശ ഇല്ലായിരുന്നു. അപ്പം പഴം വേണോ അത് വേണോ ഇത് വേണോ ചോദിച്ചിട്ടൊന്നും ആൾക്കത് വേണ്ട എന്നുള്ള വാശി തന്നെ. അപ്പോൾ ചേച്ചി ഇതാ ചായ ആറ്റലാണ്. പുട്ടുണ്ട്, അതുപോലെ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ അത് ചിക്കൻ കറി പറ്റാത്തവർക്ക് പപ്പടം ഉണ്ട്, പഴമുണ്ട് കേട്ടോ. അപ്പോൾ അതാ കിച്ചുമോനൊക്കെ നല്ല കളിയിലാണ് അച്ഛൻ്റെ കൂടെ അവിടെ. അതിന് പഴം കൊടുത്ത് നോക്കുന്നുണ്ട്, അത് കൊടുത്ത് നോക്കുന്നുണ്ട്, ഇത് കൊടുത്ത് നോക്കുന്ന ആളൊന്നിനും സമ്മതിക്കുന്നില്ല. നല്ല അടിപൊളി വാശിയിലാണ് കേട്ടോ, ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ കഞ്ഞിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, കഞ്ഞി കൊടുക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ പ്ലേറ്റിൽ കണ്ട കാത്തിരിക്കുക ദോശ കിട്ടും. ദോശയല്ല പഞ്ചസാര ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും ആൾ സമ്മതിക്കുന്നില്ല. പഞ്ചസാര അങ്ങനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആൾക്ക് ജലദോഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. തലേന്ന് കുട്ടാപ്പ് മറ്റേ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം മുന്നിട്ട് ചെന്നാൽ അപ്പം തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആണ് ഇന്ന് ഞങ്ങൾക്ക് പണി തന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ അലമ്പാണ്. ഇങ്ങനെ അത് ഇത് ഓരോന്ന് പറഞ്ഞ് കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഓരോന്നിങ്ങനെ പറയാനൊക്കെയാണോ എൻ്റെ മെയിൻ പരിപാടി. ഇങ്ങനെ ഞാനെടുത്തൊക്കെയാണ് വന്നത്. എടുത്ത് നടന്നാലോ ഒന്ന് സമാധാനം കിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് നബിദിനാണ് കേട്ടോ. നബിദിനായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ബ്ലോക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മളെ മേക്കപ്പ് ചെയ്യാനുള്ള ആൾ വന്നിട്ടുണ്ട്. നമ്മളെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആൾ തന്നെയാണ്, കണ്ടിട്ടുണ്ടാവും. ശ്രുതി എന്നാണ് ആളെ പേര് വരുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് നോക്കുക. ആളെ ഞാൻ അക്കൗണ്ട് ചെയ്യാൻ അതിൽ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. നല്ല അടിപൊളി ആണ് കേട്ടോ, ആൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. എല്ലാവരും നോക്കി നോക്കിക്കൊണ്ടി, ആളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കൊണ്ടി. അടിപൊളിയാണ്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് തന്നെ അങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളപ്പോൾ ബഡ്ജറ്റ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആൾ അതിന് പറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പം ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനതാ മാറ്റി സെറ്റായിട്ടുണ്ട്. ഇനി ആൾ ചായ കുടിച്ചോട്ടെ, വീട്ടിൽ നിന്ന് നേരത്തെ വരുന്നതല്ലേ, അപ്പോൾ ചായക്ക് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ചായക്ക് കുടിച്ച് കഴിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് മതിയല്ലോ, ഒന്ന് കൂളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മക്ക് അതവിടെ ടെൻഷൻ അടിച്ചിരിക്കലാണ്. അമ്മ ബ്ലൗസ് മാറ്റിയിട്ടുണ്ട്. അതാ ചേച്ചി കാത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ കാത്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി ഇവിടെ റൂമിലേക്ക് വന്നിരിക്കട്ടെ. കയ്യാണ് നല്ലൊരു സുഖമാണ്. അപ്പം മാറ്റാൻ വേണ്ടി നമ്മൾ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ചേച്ചി ഇതാ കുളിക്കുന്നുണ്ട്. അവിടെ അമ്മൂന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി മുടിയൊക്കെ സെറ്റ് ചെയ്ത് വേഗം മാറ്റി സെറ്റാക്കണം. അപ്പം അതൊക്കെയാണ്. ഇതാ അവിടെ ലച്ചവിടെ മൈലാഞ്ചി നമ്മൾ മറ്റേ ബിഗ് ബി ആണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. അവൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അത് അവളെ കളിക്കുന്നത്. അതാ അതോടെ കളിക്കുന്നുണ്ട്, കിച്ചോടെ കളിക്കുന്നുണ്ട്.
ഓൾ ഡ്രസ്സ് ഇടാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേഗം മാറ്റിയിട്ട് വേഗം മാറ്റണം. ഇപ്പോൾ സമയം 9 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ വേഗം എത്തണം. 1 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ അമ്മൂനെല്ലാവരും കണ്ടില്ലേ, അമ്മു അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ അതാ ഞങ്ങളിതാ വേഗം മാറ്റി വന്നതാണ് കേട്ടോ. ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഉണ്ട് അവിടെ ആളിൻ്റെ വിളി വന്നു, അതായി ഇതായി. ഞങ്ങൾ എല്ലാം വേഗം അവിടെ ഡ്രസ്സൊക്കെ മാറ്റി മെല്ലെ മുടിയൊക്കെ ഉള്ള കോലത്തിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ആളിതിവിടെ പുട്ടും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആൾ പുട്ടും മറ്റേ ചിക്കൻ കറിയും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കലാണ്. അമ്പിടുന്ന് നല്ല വാശിയായിരുന്നു ഓനെടുത്ത് നടക്കൽ. കിച്ചുമോനാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇപ്പോൾ ട്രെൻഡാണല്ലോ വലിയ പാൻറ്റ്, അത് ഓന് വേണ്ട, ഒരു സാധാ പാൻറ്റ് ട്രൗസർ അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇടല്ല. അതിൻ്റെ വാശിയിലായിട്ട് ആളവിടെ കയറിയിരിക്കുകയാണ്. ഞങ്ങളിതാ മാറ്റി സുന്ദരികളായിട്ടുണ്ട്. അമ്മ അതിൻ്റെ ഇടയിൽ ഓരോന്ന് വന്ന് പറയുന്നുണ്ട്, മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം. പക്ഷേ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല, എന്നാൽ AC-ൻ്റെ തണുപ്പിൽ നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. AC-ൻ്റെ ആ ഒരു കൂള് വേണം. പുറത്ത് നല്ല ചൂടാണ്, വെയിലറച്ചിട്ടേ. അപ്പം എല്ലാവരും വന്നോട്ടെ, ഇനിയിപ്പോൾ ഒരു വരാൻ നേരത്തെ ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ. ഇതാ കണ്ടോ, കിച്ചുവിനെ കണ്ടോ അവിടെ കയറിക്കണ്. അമ്മ അതാ മാറ്റി സുന്ദരിയായിട്ടുണ്ട്. എല്ലാവരും മാറ്റി സെറ്റായിട്ടുണ്ട്. മാമന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇതാ ഒരു വരാനായിട്ടുള്ള മറ്റേ കൊച്ചും ലച്ചുമോളും ഒരേപോലെയാണ് കേട്ടോ. ഞാനും ചേച്ചി ഒരേപോലെ, കിച്ചു ആദുവിനും ഒരേപോലെ ആക്രമിച്ച് വെച്ച് പറ്റിയിട്ടില്ല. ഏട്ടനും രണ്ടാളും സെയിം കളർ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ രണ്ടാൾക്കുള്ള സെയിം കളർ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ സെയിം കളർ ആക്കിയില്ല. അപ്പോൾ അത് അവർ വരാനായിട്ടുള്ള എല്ലാവരും എണീച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരും അവരെ വെൽക്കം ചെയ്യാണ് കേട്ടോ. മറ്റേ ബൊക്കെയൊക്കെ കൊടുത്തിട്ട് കുട്ടാപ്പുവിന് ബൊക്കെയൊക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്. നമ്മളെ റൈഡർ കണ്ണാപ്പി വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ നമ്മളെവിടെ തന്നെയാണ്, നമ്മളെ വള്ളിക്കുന്ന് ചെട്ടിപ്പടിക്ക് തന്നെയാണ് ആളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ അച്ഛൻ മനോജേട്ടൻ. അപ്പം അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മീൻസ് ഞാൻ എൻ്റെ കൂടെ 10th എന്നല്ല, എൻ്റെ കൂടെ സാൻസ്ക്രിറ്റ് പഠിക്കാൻ ആൾ ഉണ്ടാവലുണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ്സിലേക്ക് മാറി വരുമല്ലോ. അപ്പം ആളങ്ങനെയാണ്, ആളെ കമ്പനിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മളറിയാം. പിന്നെ എൻ്റെ തറവാട്ടിൻ്റെ അടുത്താണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട് ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ മറ്റേ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ മറ്റേ ജാതകം കൊടുക്കലൊക്കെ ചടങ്ങ്. അപ്പോൾ അതിൻ്റെ ചടങ്ങലിലാണ്. അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. വീട്ടിലെ കൈമാറി അപ്പോൾ അതവിടെ ജാതകം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ചെക്കനും കൂട്ടരൊക്കെ പുറത്തുണ്ട്. ഇവിടെ നമ്മളെ വലിയ ആൾക്കാർ മാത്രം അങ്ങനെയായിട്ടാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ മാറ്റി എന്തൊക്കെയോ അതിൻ്റെ കുറേ ചടങ്ങുകളുണ്ടല്ലോ, അതിലൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെ ആയിട്ട് അവരങ്ങനെ പോവുകയാണ്. പിന്നെ അമ്മ റൂമിലാണ് കേട്ടോ. ഇനി അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് അവളെ റൂമിൽ ഇവിടെ 2 റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഡൈനിങ് ഹാളിൽ ഓരോ മുന്നിൽ നിന്ന് തന്നെ ഇങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആളെ പുറത്തേക്ക് ആക്കുക കേട്ടോ. പുറത്ത് പിന്നെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ റിങ് ഇല്ല കേട്ടോ, റിങ് എക്സ്ചേഞ്ച് ഇല്ലായിരുന്നു. നമ്മൾ മറ്റേ വളയിട്ട് ഉറപ്പിക്കുക അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നമ്മളെ കണ്ണാപ്പീൻ്റെയും അമ്മൂൻ്റെയും എൻഗേജ്മെൻറ്റാണ്. നമ്മൾ സെപ്റ്റംബർ 6-ാം തീയതി ആണ് കേട്ടോ ഞങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. വീഡിയോ ലേറ്റ് ചെയ്യാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. സാഹചര്യങ്ങളായിരുന്നു. അമ്പുടിന് വയ്യാണ്ടായിട്ട്, അമ്പുടിന് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പുടിന് വയ്യാണ്ടായിട്ട് കോളായിട്ടുണ്ടായിരുന്നു. അതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത്. എല്ലാവരും നമ്മളോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതാ ആൾ റൂമിലാണ്. ആളെ പുറത്തേക്ക് ഇറക്കലാണ് കേട്ടോ. ആളെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ടീംസ് വന്നിട്ടുണ്ട്. മറ്റേ വിവേക് എന്നാണ് കേട്ടോ ആളെ പേര് വരുന്നത്. നമ്മൾ കണ്ണാപ്പി എന്ന് പറയുന്നതാണ്, വിവേക് എന്നാണ്. അപ്പം ആളെ സിസ്റ്ററൊക്കെ വന്ന്, ഇതാണ് സിസ്റ്റർ, ഇതാണ് അച്ഛൻ കേട്ടോ, മനോജേട്ടൻ, ഒരമ്മ, അതുപോലെ സിസ്റ്റർ, അങ്ങനെയാണ്. അപ്പോൾ അതാ എൻഗേജ്മെൻറ്റ് വളയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മയും നമ്മളെ ചെന്നൈച്ചും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിൽ ഞങ്ങൾ ഫുള്ള് തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ആദു
അതുമായിട്ട് പിന്നെ ഏട്ടൻ മെല്ലെ പുറത്തേക്കൊക്കെ പോയി അങ്ങനെ ഏട്ടൻ കുറേ കൊണ്ട് റെഡിയാക്കി. അല്ലെങ്കിൽ ഞാൻ എടുത്തിങ്ങനെ പൂപ്പാടെ ഇളകുമായിരുന്നു. എന്നാലും ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. എടുത്ത് കുഴങ്ങിയിട്ടാണ് ഏട്ടൻ്റെ കൊടുത്തത്. ഇത് നമ്മൾ കുട്ടികളെ പിന്നെ ഇങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അവർക്ക് എപ്പോഴും വയ്യാണ്ടാവുക, എന്താ ചെയ്യുക. അപ്പോൾ അതാ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഫാമിലി ഫോട്ടോയും ഒക്കെ അവരവരുടേതായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു. ഇതൊക്കെ അവരെ ഫാമിലിയാണ് കേട്ടോ, വിവേകിൻ്റെ ഫാമിലി ആയിട്ട് എടുക്കുന്ന ഫോട്ടോകളൊക്കെയാണ്. നമ്മൾ ഫുഡ് നമുക്ക് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, പിന്നെ ഐസ്ക്രീം, പിന്നെ സാദാ ചോറ്, അതിലേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണേ. പിന്നെ ഞങ്ങളതായിട്ടും ഫോട്ടോ ഉണ്ട് കേട്ടോ. ഞങ്ങളതൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ്, അതാണ് നമ്മളെ കാണാഞ്ഞത്. അപ്പോൾ അതാ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആൾക്കാരെ ഇറങ്ങണേൻ്റെയും വർത്തമാനങ്ങളും കാര്യങ്ങളും ഫുഡിൻ്റെയും ഒക്കെ പറയലൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവർ ഇതാ ഏകദേശം അവരെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വിളിച്ചിരുന്നുണ്ട്. പക്ഷേ വലിയ ഗ്രാൻഡാക്കിയില്ല, എന്നാലും ഗ്രാൻഡാക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു, സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മാമി, ശ്രീകുട്ടി, കുട്ടൂസ്, പിന്നെ അജോഷ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കല. എൻ്റെ മാമി അതുപോലെ മാമൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി. ചേച്ചിക്ക് പറയാനുള്ള ഈ അവസരത്തിൽ എല്ലാവരും അവർ കൂടെ വന്ന് എല്ലാവരും പോയിട്ട്, പിന്നെ വിവേക് അവർ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കാണ്ട്, നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു നല്ല വീടിൻ്റെ അവിടേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓഫീസ്. ഞങ്ങൾ ഓണത്തിന് ഫോട്ടോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് പറ്റിയ ആൾക്കാരുമായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും. നമുക്ക് നമ്മളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ല, ഇങ്ങനെ എടുത്താൽ അങ്ങനെ കൊള്ളാം, ഇങ്ങനെ എടുത്താൽ അങ്ങനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് കാണിക്കും. ഞാൻ ചോദിച്ച് സെയിം ആയത് ഓരോന്ന് ഇങ്ങനെ കാണിക്കട്ടെ. കമ്മലൊക്കെ സെയിം ആക്കിയിട്ട് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാ ഇത് നമ്മളെ ഫോട്ടോ എടുക്കൽ പറഞ്ഞാൽ ഫോണിലാണ് എടുത്തത്. പിന്നെ ഓരോ കൂടി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ കസിൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പിന്നെ ലാസ്റ്റാണ് പോയത് ഫോട്ടോ എടുക്കൽ കാര്യങ്ങൾ. എനിക്കെന്ന് പറഞ്ഞാൽ വലിയ തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കൊച്ചുമോളാണ്, ചേച്ചീൻ്റെ മൂത്ത മോളാണ് എടുത്തു തരുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഞങ്ങളുടെ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പം ശരി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ അടിക്കുക. ഓക്കെ, ബൈ.